ആശമാരുടെ മുമ്പിൽ സർക്കാർ മുട്ടുമുടക്കുമെന്ന് കണ്ടില്ലേ? ഇല്ലേ? കണ്ടില്ലേ? അപ്പൊ ഇനിയും മുട്ടുമടക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ഇതിപ്പോ ആദ്യത്തെ മുട്ടുമടക്കലാണ്. ഈ ഗവൺമെന്റ് ഏറ്റവും വലിയ യുദ്ധപ്രഖ്യാപനം നടത്തിയത് ആശമാരോടായിരുന്നു. നിങ്ങളുടെ ഈ സമര പന്തൽ പൊളിക്കാൻ നോക്കി, നിങ്ങളെ ഇവിടെ അടിച്ചോടിക്കാൻ നോക്കി, പോലീസുകാരെ കൊണ്ട് ഈ നിങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ നോക്കി. പക്ഷെ ആ ഭീഷണിയുടെ മുമ്പിലൊന്നും വഴങ്ങാതെ ശക്തമായി നിന്നുകൊണ്ട് 266 ദിവസം നിങ്ങൾ പോരാട്ടം നടത്തിയതിൻ്റെ വിജയമാണ് 1000 രൂപയെങ്കിലും വർദ്ധിപ്പിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറായത്. നേരത്തെ എന്താ പറഞ്ഞ 1 രൂപ വർദ്ധിപ്പിക്കില്ലെന്നാ അല്ലേ പറഞ്ഞില്ലേ? ഓൺറേറിയം കൊടുക്കേണ്ട കേന്ദ്ര ഗവൺമെന്റ് ആണ്. അവിടെ പോയി വാങ്ങിച്ചോ എന്നല്ലേ പറഞ്ഞേ? 1 രൂപ കൂട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് 1000 രൂപയെങ്കിലും വർദ്ധിപ്പിക്കാൻ. ഇത് കിട്ടത്തില്ല, കാരണം കാശില്ലല്ലോ. ഇപ്പൊ ഈ പ്രഖ്യാപനം മുഴുവൻ കൊടുക്കാൻ പണമില്ലാത്ത അതിനുവേണ്ടി പിരിവ് നടക്കുക. ഇപ്പൊ ഈ പെൻഷൻ പദ്ധതിയൊക്കെ പ്രഖ്യാപിച്ചതിന് വേണ്ടി പിരിവ് നടക്കുകയാണ്. എങ്ങനെയാ പിരിവ്? എല്ലാ സൊസൈറ്റിക്കാരെയും വിളിക്കുക, മന്ത്രി തന്നെ വിളിക്കുകയാണ് സൊസൈറ്റിക്കാരോട് സൊസൈറ്റിയുടെ പണം മുഴുവൻ ഇങ്ങോട്ട് ഇടാൻ. സഹകരണ സംഘങ്ങളിലെ പണം ഞാൻ നിങ്ങൾക്ക് 9% പലിശ തരാം. കേരള ബാങ്കിൽ 7% ഉള്ളൂ. അതുകൊണ്ട് പണം തരാൻ വേണ്ടി പിച്ചപ്പാളയുമായിട്ട് നിൽക്കുകയാണ് മന്ത്രി, സഹകരണ മന്ത്രിയും മുഖ്യമന്ത്രിയും അടക്കമുണ്ട്. ആ പൈസ കിട്ടിയാലേ ഈ ആനുകൂല്യമൊക്കെ കൊടുക്കും. ആനുകൂല്യം കൊടുക്കേണ്ട, ഇപ്പൊ പ്രഖ്യാപനം മതി. ആ പ്രഖ്യാപനമാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ജനങ്ങളുടെ മുമ്പിൽ അപകാസ്യമായി നിൽക്കുന്ന, മുഖം നഷ്ടപ്പെട്ട ഈ സർക്കാർ എത്ര പ്രഖ്യാപനം നടത്തിയാലും കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിനെ അടിച്ചു പുറത്താക്കുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, UDF ഗവൺമെന്റ് വന്നാൽ ആദ്യം ചെയ്യുന്ന നിങ്ങളുടെ ഡിമാൻഡ് അംഗീകരിക്കുകയായിരിക്കും. യാതൊരു തർക്കവും ഞങ്ങൾ പണ്ട് തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാനിവിടെ എനിക്കറിയാം, നമ്മുടെ സദാനന്ദൻ വലിയ തൊഴിലാളി നേതാവാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാനാണ് ആദ്യമായിട്ട് ഇവിടുന്ന് സമരം തുടങ്ങിയപ്പം ഒരു രാഷ്ട്രീയക്കാരും ഇവിടെ വരുന്നില്ലായിരുന്നു. ആദ്യമായിട്ട് ഞാൻ നിങ്ങൾ സമരം പറഞ്ഞ ഞാനാണ് ആദ്യമായിട്ട് വരുന്നത്. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാനിവിടെ വന്ന ശേഷമാണ് പിന്നെ എല്ലാവരും വന്നു തുടങ്ങിയത്. കാരണം നിങ്ങളോട് ചെറിയൊരു എന്ത് വേണമെന്ന് ആൾക്കാർ ആശയക്കുഴപ്പമായിരുന്നു. എനിക്ക് ഒരു ആശയക്കുഴപ്പമില്ലായിരുന്നു. ഞാൻ ആദ്യം തന്നെ ഇവിടെ വന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാനിവിടെ വരും. പരിപാടി ഇല്ലെങ്കിലും ഞാനിവിടെ വരും. നിങ്ങളോടൊപ്പം കുറച്ചേരം ഇരുന്നിട്ട് പോകുമായിരുന്നു. കേരളത്തിലെ ആശാ വർക്കർമാർ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം, കേരള ജനതയ്ക്ക് നൽകുന്ന സേവനം ഒരിക്കലും മറക്കാൻ സാധ്യമല്ല. ആ നിങ്ങളോട് കുറെ കൂടി മര്യാദയും അനുകമ്പയും, സഹാനുഭൂതി എന്ന് ഞാൻ പറയില്ല, അനുകമ്പയും ഈ സെക്രട്ടേറിയറ്റിനകത്തിരിക്കുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും കാണിക്കേണ്ടതായിരുന്നു. 266 ദിവസം നിങ്ങൾ ഇവിടെ കിടന്നു. വിഷു വന്നപ്പോഴും ഓണം വന്നപ്പോഴും നിങ്ങൾ പോയില്ല, ഇവിടെ കിടന്നു. നിങ്ങളോടൊപ്പം ഞാനാണ് ഓണമുണ്ട് ഇവിടെ വന്ന്, അല്ലേ? ഉണ്ടല്ലേ? ഓണം ഞാൻ നിങ്ങളോടൊപ്പമാണ് ഇത്തവണ ഓണം ഉണ്ടാകുക. അങ്ങനെ ഈ നാട്ടിലെ എല്ലാ കഷ്ടപ്പാടും പ്രയാസവും നിങ്ങൾ സഹിച്ചു. നിങ്ങൾ മുടി മുറിച്ചു. നിങ്ങളിവിടെ ശൈലപ്രദക്ഷിണം നടത്തി. ഇനി ചെയ്യാൻ മറ്റൊരു സമരമാർഗം ഇനി ലോകത്തുണ്ടാകണം. അത്രമാത്രം എല്ലാ സമരമാർഗങ്ങളും നിങ്ങൾ അവലംബിച്ചു. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. മിനിയെയും സദാനന്ദൻ അടക്കമുള്ള, ബിന്ദുവിനെ അടക്കമുള്ള എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. അത്ര വലിയ പോരാട്ടമാണ് നിങ്ങൾ ഇവിടെ നടത്തിയത്. ഇപ്പൊ ഇന്നിവിടെ ഒരു വലിയ മാമാങ്കമുണ്ട്. ആള് വരാൻ വേണ്ടിയിട്ടാണ് മോഹൻലാലിനെയും മമ്മൂട്ടിയെയും പിന്നെ കമലഹാസനെ വിളിച്ചിരിക്കുകയാണ്. കാരണം എവരാലും തന്നെ ആള് വരില്ലല്ലോ. അപ്പൊ ആള് കൂട്ടാൻ വേണ്ടിയാണ് സിനിമാ താരങ്ങളെ കൂടെ വിളിച്ചിരിക്കുന്നത്. അതിദരിദ്രരില്ലെന്ന് പിണറായി വിജയൻ കണ്ടുപിടിച്ചിരിക്കുകയാണ്. കേരളത്തിൽ അതിദരിദ്രരില്ലെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചിരിക്കുകയാണ്. എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് ഇനി കേരളത്തിൽ അതിദരിദ്രരില്ല. ഇപ്പൊ ഓരോ ദിവസവും ചാനലുകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിദരിദ്രരായിട്ടുള്ള ആളുകളുടെ കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് എങ്ങനെ കണ്ടുപിടിച്ചു എന്നറിയില്ല.
ഒരു ദിവസം സുപ്രഭാതത്തിൽ ഇത് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു വഞ്ചനയാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇതൊരു തട്ടിപ്പാണെന്ന് തിരിച്ചറിഞ്ഞ് ഇതിന്റെ ഒരു വലിയ ദോഷമുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് പല പദ്ധതികളും അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായ കേരളത്തിൽ ഇത് ലഭിക്കില്ല. കാരണം ഇവിടെ ദരിദ്രന്മാരില്ല. അപ്പൊ ദാരിദ്ര്യം കൂടെ തുടച്ചു നീക്കാനുള്ള ഒരു പദ്ധതിയും ഇനി കേരളത്തിൽ കിട്ടാത്ത അവസ്ഥയാണ് ഇവരുണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇത്തരം പ്രഖ്യാപനങ്ങളെല്ലാം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ, അസംബ്ലി തെരഞ്ഞെടുപ്പിനെ നോക്കി കണ്ടു. 9 വർഷമായല്ലോ. എന്തെല്ലാം ദുരിതങ്ങളാണ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായത്. ശിവകുമാരോട് പറഞ്ഞു, ബസ് ചാർജ് എത്ര തവണ കൂട്ടി, കറണ്ട് ചാർജ് എത്ര തവണ കൂട്ടി, എത്ര തവണ ഇവർ വെള്ളത്തിന്റെ കരം കൂട്ടി, ഭൂമിയുടെ കരം വർദ്ധിപ്പിച്ചു, സർക്കാരിന് ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനത്തിന്റെ നികുതി എത്ര തവണ വർദ്ധിപ്പിച്ചു, കെട്ടിട നികുതി എത്ര വർദ്ധിപ്പിച്ചു. ജനങ്ങളുടെ തലയിൽ എല്ലാ ഭാരവും അടിച്ചേൽപ്പിച്ചിട്ട് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വന്നിരിക്കുകയാണ് 1000 രൂപ സ്ത്രീകൾക്ക് നൽകാമെന്ന്, ആശാവർക്കർമാർക്ക് കൊടുക്കാമെന്ന്. അപ്പൊ ഇതൊക്കെ തിരിച്ചറിയാനുള്ള കഴിവ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ഈ കള്ളപ്രചരണത്തിലോ തട്ടിപ്പ് പ്രഖ്യാപനങ്ങളിലോ ജനങ്ങൾ വീഴാൻ പോകുന്നു. ഇതൊക്കെ തട്ടിപ്പ് പ്രഖ്യാപനങ്ങളാണ്. ഇവർക്കറിയാതെ കൊടുക്കേണ്ട അടുത്ത ഗവൺമെന്റ് തന്നെ വെക്കാൻ വേണ്ടിയാണ്. അടുത്ത ഗവൺമെന്റ് UDF ഗവൺമെന്റ് ആയതുകൊണ്ട് പോകുന്ന പോക്കിൽ നമ്മുടെ തലയിൽ ഒന്ന് വെച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടാണ് ചെയ്യുന്നത്. ശബരിമല അയ്യപ്പന്റെ സ്വർണം വരെ അടിച്ചോണ്ട് പോയവരാണ്, സ്വർണം പോലും അടിച്ചോണ്ട് പോയവരാണ് ഇപ്പം മുഖം നന്നാക്കാൻ വേണ്ടി പദ്ധതികളുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇതൊന്നും നടപ്പാക്കാനുള്ള പദ്ധതികളല്ല, ജനങ്ങളെ കബളിപ്പിക്കാനാണ്.